ഹായ് എവ്രി വൺ. ജൂനിയർ അനലിസ്റ്റ് മൊഡ്യൂൾ 3 ഓർഗാനോമെറ്റാലിക് കോമ്പൗണ്ട്സ് എന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചു വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ് സീസർ സോൾട്ടിനെ പറ്റിയും വാക്കർ പ്രോസസ്സിനെ പറ്റിയും അതേപോലെ ഹൈഡ്രോ ഫോമൈലേഷനെ പറ്റിയും ഒക്കെ ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. അപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഓൾറെഡി 1-2 മൊഡ്യൂൾ നമ്മൾ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് കണ്ടു നോക്കുക, ലിങ്ക് ഞാൻ മുകളിൽ കൊടുത്തേക്കാം. അപ്പോൾ എന്തായാലും ഈ സെഷൻ നമുക്കൊന്ന് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണ്? സീസർ സോൾട്ടിനെ പറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ് സീസർ സോൾട്ട് എന്നുള്ളത് നമുക്കൊന്ന് മനസ്സിലാക്കാം. ഇതിൻ്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയായിരിക്കും. കെ പ്ലസ് ആൻഡ് വി ഹാവ് വോട്ട് PtCl3 eta2C2H4 എന്നുള്ള രീതിയായിരിക്കും. ഓക്കെ, ഇതാണ് സീസർ സോൾട്ടിൻ്റെ ഫോമുല. ബേസിക്കലി ഇവരുടെ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? യെസ്, ഞാൻ ആനയോണിക് കോംപ്ലക്സ് മാത്രം വരയ്ക്കുകയാണെങ്കിൽ എനിക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. യെസ്, PtCl3 ആൻഡ് വി ഹാവ് വോട്ട് എത്തിലീൻ ആസ് വെൽ, എത്തിലീൻ അറ്റാച്ച് ടു ഇറ്റ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാൻ പറ്റും അല്ലേ? എന്തൊക്കെ പറയാൻ പറ്റും? യെസ്, ഇതൊരു സ്ക്വയർ പ്ലാനാർ ആണ്. സ്ക്വയർ പ്ലാനാർ ജോമെട്രി ആയിട്ടുള്ള ഒരു കോമ്പൗണ്ടാണ്. അങ്ങനെയാണെങ്കിൽ ഇവരുടെ ഹൈബ്രിഡൈസേഷൻ വരുന്നത് DsP2 ആയിരിക്കും അല്ലേ? ആൻഡ് ഇവർ ഓഫ് കോഴ്സ് എന്തായിരിക്കും? യെസ്, 4 കോർഡിനേറ്റഡ് ആയിരിക്കും. അത് നമ്മൾ ഓൾറെഡി കണ്ടതാണ് അല്ലേ? PtCl3 C2H4 ഇവരെന്തായിരിക്കും? 4 കോർഡിനേറ്റഡ് ആണ്. ഹൈബ്രിഡൈസേഷൻ എന്ത് പറഞ്ഞു? DsP2. ഇനി എന്താണ്? ഹാപ്റ്റിസിറ്റി. യെസ്, എത്തിലീൻ ഇങ്ങനെ ബോണ്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഹാപ്റ്റിസിറ്റി എന്ത് വരും? 2 ആണ്. ഓക്കെ, ഇനി അടുത്തൊരു ചോദ്യം. എത്തിലീൻ മോളിക്യൂൾ റീറ്റെയിൻസ് ഇറ്റ് ഒറിജിനൽ പ്ലനാരിറ്റി ഇൻ ദ കോംപ്ലക്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശരിയാണോ? നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. ഇവിടെ 2 ടൈപ്പിലുള്ള ബോണ്ടിങ് ഉണ്ടാകും. അതായത് ലിഗാൻഡ് ടു മെറ്റൽ ബോണ്ട് ഉണ്ടാവും. അതായത് എത്തിലീൻ എന്ത് ചെയ്യുന്നു? യെസ്, മെറ്റലിലേക്ക് ഡൊണേറ്റ് ചെയ്യും. അപ്പോൾ എന്തായിരിക്കും? സിഗ്മ ബോണ്ട് ഫോം ചെയ്യും. അതേപോലെ ഈ ബോണ്ട് കൂടാതെ ഇനി എന്ത് ചെയ്യും? ഈ പ്ലാറ്റിനം എന്ത് ചെയ്യും? എത്തിലീൻ്റെ ആൻറ്റി ബോണ്ടിങ് ഓർബിറ്റിലേക്ക്. മനസ്സിലാക്കണേ, പ്ലാറ്റിനം എന്ത് ചെയ്യും? യെസ്, എത്തിലീൻ മോളിക്യൂളിൻ്റെ ആൻറ്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റലിലേക്ക് ഇലക്ട്രോൺ ഡെൻസിറ്റിയെ ഡൊണേറ്റ് ചെയ്യും. ഇലക്ട്രോൺ ഡെൻസിറ്റി ഡൊണേറ്റ് ചെയ്യപ്പെടും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ആൻറ്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റലിലേക്കാണ് ഡൊണേറ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളോട് ഇങ്ങനെയും ചോദ്യം ചോദിക്കാം. ഇവരുടെ ബോണ്ട് സ്ട്രെങ്ത് എന്താവും? യെസ്, ബോണ്ട് സ്ട്രെങ്ത് ഡിക്രീസ് ചെയ്യും. ബോണ്ട് സ്ട്രെങ്ത് ഡിക്രീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇവരുടെ ഈ ബോണ്ട് എന്ത് ചെയ്യും? ചെറുതായിട്ടൊന്ന് ടിൽറ്റ് ചെയ്യും, അല്ലെങ്കിൽ ബെൻഡ് ചെയ്യപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. സോ ബേസിക്കലി ഇവരുടെ ഒരു പ്ലനാരിറ്റി എന്ത് ചെയ്യും? നഷ്ടപ്പെടും എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ നോക്കിയേ. എത്തിലീൻ മോളിക്യൂൾ റീറ്റെയിൻസ് ഇറ്റ് ഒറിജിനൽ പ്ലനാരിറ്റി ആണോ? അല്ല. കാരണം എന്താണ്? ബിക്കോസ് ഓഫ് ബാക്ക് ബോണ്ടിങ്. ഈ പൈ ബോണ്ട് എന്ത് ചെയ്യും? ചെറുതായിട്ടൊന്ന് ടിൽറ്റ് ചെയ്യും, വിച്ച് ബേസിക്കലി മീൻസ് ദാറ്റ് ഇറ്റ് ലൂസസ് ഇസ് പ്ലനാരിറ്റി. കുറേ കാര്യങ്ങൾ പറയുന്നത് മേ ബി ഇതിനെ ബേസ് ചെയ്തായിരിക്കാം അടുത്ത ചോദ്യങ്ങൾ എക്സാമിൽ വരുന്നത്. ഈ പറയുന്ന കാര്യങ്ങൾ കൊണ്ടാവാം. ആൻഡ് അഗെയിൻ ഒരു കാര്യം കൂടെ പറയട്ടെ. ഇതെന്താണ്? ഒരു 16 ഇലക്ട്രോൺ സ്പീഷീസ് ആണ്. യെസ്, 16 ഇലക്ട്രോൺ സ്പീഷീസ് ആണ്. ആൻഡ് ദിസ് ഇസ് ഓൾസോ ഡയാമാഗ്നറ്റിക്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം? യെസ്, സീസർ സോൾട്ടിനെ പറ്റി മനസ്സിലാക്കണം. ഇനി രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. വിച്ച് ഡസ് നോട്ട് സാറ്റിസ്ഫൈ 18 ഇലക്ട്രോൺ റൂൾ. എങ്ങനെയാണ് 18 ഇലക്ട്രോൺ റൂൾ കണ്ടുപിടിക്കുക? ഇപ്പോൾ ഒരു എക്സാമ്പിൾ എടുത്ത് ഞാൻ പറഞ്ഞു തരാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ബാക്കിയൊക്കെ സോൾവ് ചെയ്യാൻ പറ്റും. നോക്കി, CrCO6 അല്ലേ? CRൻ്റെ കോൺഫിഗറേഷൻ എങ്ങനെയാണ് എഴുതുക? 4s1 3d5 അല്ലേ? അപ്പോൾ ഇത് CRൻ്റെ മാത്രമാണ് കേട്ടോ. അപ്പോൾ എത്ര കോൺട്രിബ്യൂട്ട് ചെയ്തു? യെസ്, 6 ഇലക്ട്രോൺ മെറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്തു. ഇനി എത്ര ലിഗാൻഡ് ഉണ്ട്? 6 ലിഗാൻഡ് ഉണ്ട്. എത്ര ഡൊണേറ്റ് ചെയ്യും? യെസ്, 2 എണ്ണം. അപ്പോൾ എത്രയായി? യെസ്, 18 ഇലക്ട്രോൺ. ക്ലിയർ അല്ലേ? ഇനി ബാക്കിയൊക്കെ നിങ്ങൾക്ക് ചെയ്യാമല്ലോ. എൻ്റെ ഹെൽപ്പ് വേണോ? വേണ്ട. നോക്കിയേ, NiPF3 സോറി. ഓക്കെ, അപ്പോൾ നിക്കൽ എന്താണ്? 4s2 3d8. എത്ര ഇലക്ട്രോൺ കോൺട്രിബ്യൂട്ട് ചെയ്തു? 10 ഇലക്ട്രോൺ. 4 ലിഗാൻഡ് ആണ്. 4 × 2 എത്രയായി? 8 ഇലക്ട്രോൺ. 18 ഇലക്ട്രോൺ. ക്ലിയർ അല്ലേ കാര്യം? അതേപോലെ നിങ്ങൾ ഇവിടെയും ചെയ്തു നോക്കുക. 18 ഇലക്ട്രോൺ. ക്ലിയർ അല്ലേ? ഇനി മാംഗനീസ് ഒന്ന് നോക്കിയേ. മാംഗനീസ് എന്തായിരിക്കും? 4s2 3d5 ആണല്ലേ? 7 ഇലക്ട്രോൺ കോൺട്രിബ്യൂട്ട് ചെയ്തു. 5 കാർബണയിലാകുമ്പോൾ 10. എത്ര ഇലക്ട്രോൺ സ്പീഷീസ് ആണ്? യെസ്, 17 ഇലക്ട്രോൺ സ്പീഷീസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഏതാണ് ഫോളോ ചെയ്യാത്തത്? ഓപ്ഷൻ ബി. സിമ്പിൾ അല്ലേ? യെസ്. ഓൾ റൈറ്റ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. സെയിം കോൺസെപ്റ്റ് ആണ്. ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്? ബാക്ക് ബോണ്ടിങ്ങിൻ്റെ അതേ ക്വസ്റ്റ്യൻ ആണ്. വെൻ ബാക്ക് ഡൊണേഷൻ ഫ്രം മെറ്റൽ ടു CO
ഇൻ മെറ്റൽ കാർബണൈൽ ഇൻക്രീസസ് ദെൻ എന്ത് സംഭവിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കിക്കോളെ, ഇവിടെ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ മെറ്റൽ എന്ത് ചെയ്യുന്നു? യെസ്, ആദ്യം കാർബണൈൽ എന്ത് ചെയ്യുന്നു? യെസ്, നമുക്കൊരു കോർഡിനേറ്റ് ബോണ്ട് സിഗ്മ ബോണ്ട് ഫോം ചെയ്യുന്നു. ഇതെന്താണ്? ലിഗാൻഡ് ടു മെറ്റൽ ഡൊണേഷനാണ്. ഇനി ഇവിടെ ഇത് കൂടാതെ എന്തുണ്ടാവും? യെസ്, ഒരു ബാക്ക് ബോണ്ടിങ് ഉണ്ടാകും. അതായത് ഇതെന്താണ്? യെസ്, മെറ്റൽ ടു ലിഗാൻഡ് ആണ്. മെറ്റൽ ടു ലിഗാൻഡ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? യെസ്, ദിസ് ഈസ് ആക്ച്വലി ബാക്ക് ബോണ്ടിങ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണേ, ഈ ബാക്ക് ബോണ്ടിങ് ഇല്ല എന്ന് നിങ്ങൾ വിചാരിച്ചോളൂ. ഇതാ ഞാൻ ഇവിടുന്ന് ഈ ബാക്ക് ബോണ്ടിങ് ഇല്ല എന്ന് വിചാരിച്ചോളൂ. ഇപ്പോൾ ഇവിടെ എത്ര ബോണ്ടാണ്? ഇവിടെ സിഗ്മ ബോണ്ട് മാത്രമേ ഉള്ളൂ അല്ലേ? പക്ഷേ ബാക്ക് ബോണ്ടിങ് വരുമ്പോൾ ഇതാ ഈ മെറ്റൽ എന്ത് ചെയ്യുന്നു? കാർബണുമായിട്ട് പിന്നെയും ഒരു ബോണ്ട് ഫോം ചെയ്യുന്നു അല്ലേ? അപ്പോൾ ബേസിക്കലി ഈ മെറ്റൽ കാർബൺ ബോണ്ട് സ്ട്രെങ്ത് എന്താവും? ഇൻക്രീസ് ചെയ്യും. ഓക്കെ, ബിക്കോസ് ഓഫ് ദിസ് ബാക്ക് ബോണ്ടിങ് ഇവരുടെ മെറ്റൽ കാർബണിൻ്റെ ബോണ്ട് സ്ട്രെങ്ത് എന്താവും? ഇൻക്രീസ് ചെയ്യും എന്ന് എനിക്ക് പറയാൻ പറ്റും അല്ലേ? അതേസമയം നമ്മൾ പറഞ്ഞു ഇത് എവിടേക്കാണ് ഡൊണേറ്റ് ചെയ്യുന്നത്? ഇതാ കാർബണൈലിൻ്റെ ആൻറ്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റലിലേക്കാണ് ഡൊണേറ്റ് ചെയ്യുന്നത്. നോക്കണേ, ഇത് കാർബണിൻ്റെ ഓർബിറ്റലിലേക്കല്ല ഡൊണേറ്റ് ചെയ്യുന്നത്. എവിടെയാണ്? കാർബണൈലിൻ്റെ ആൻറ്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റലിലേക്കാണ് ഡൊണേറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവരുടെ ബോണ്ട് സ്ട്രെങ്ത് എന്താവും? യെസ്, ഡിക്രീസ് ചെയ്യും അല്ലേ? അപ്പോൾ നമ്മുടെ ഓപ്ഷനിലേക്ക് വരാം. നോക്കൂ, ബോത്ത് മെറ്റൽ കാർബണൈൽ ആൻഡ് CO ബോണ്ട് സ്ട്രെങ്ത് ബിക്കം ഷോർട്ടർ ആണ്? അല്ല. പിന്നെന്താണ്? MC ബോണ്ട് ബിക്കം സ്ട്രോങ്ങർ. മെറ്റൽ കാർബൺ ബോണ്ട് എന്ത് ചെയ്യുന്നു? സ്ട്രോങ്ങർ ആകുന്നു. പക്ഷേ CO ബോണ്ട് ബിക്കം വോട്ട്? വീക്കർ ആണ് അല്ലേ? CO ബോണ്ട് എന്ത് ചെയ്യാണ്? വീക്കർ ആവുകയാണ് ചെയ്യുന്നത്. കാരണം ആൻറ്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റലിലേക്കാണ് ഡൊണേറ്റ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഓപ്ഷൻ എന്ത് വരും? ഓപ്ഷൻ ബി എന്ന് വരും. ഇനി നാലാമത്തെ ചോദ്യം എപ്പോഴും ചോദിക്കുന്നതാണ്, ബൈ ന്യൂക്ലിയറോ അല്ലെങ്കിൽ ട്രൈ ന്യൂക്ലിയർ മെറ്റൽ സെൻറ്റേഴ്സ്. നോക്കൂ, ഇവിടെ എത്രയാണ്? 3 Fe ഉണ്ട്. എന്നിട്ട് എത്ര CO ഉണ്ട്? 12 CO ഉണ്ട്. ഇവിടെ എത്ര ടെർമിനൽ CO ഉണ്ട്, എത്ര ബ്രിഡ്ജിങ് ഉണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നിങ്ങൾ സിംപ്ലി നിങ്ങൾക്ക് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഇതാ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്നതാണ് കേട്ടോ. Mn2 CO10 ഒക്കെ എപ്പോഴും ചോദിക്കുന്നതാണ്. ഇവിടെ എന്താണ്? ഇവിടെ ബ്രിഡ്ജിങ് CO ഇല്ല. ബ്രിഡ്ജിങ് എത്രയാണ്? ബ്രിഡ്ജിങ് 0 ആണ്. ടെർമിനൽ എത്രയാണ്? യെസ്, 10ഉം എന്ത് തന്നെയാണ്? ടെർമിനലാണ്. ആലോചിച്ച് വെക്കുക കേട്ടോ. അതേപോലെ ഇതാ കൊബാൾട്ടിൻ്റെ CO2 CO8. ഓക്കെ, എത്ര ടെർമിനലാണ്? യെസ്, 6 ടെർമിനലാണ്. ബ്രിഡ്ജിങ് എത്രയാണ്? 2 ബ്രിഡ്ജിങ് ആണ്. ഓക്കെ, അതേപോലെ നമ്മുടെ Fe3CO12 ചോദിച്ചിരിക്കുന്നത് നോക്കിയേ, ഇതാ 4. ഇവിടെ 4 ആണ്. ഇവിടെ 3 ഉണ്ടാകും. 7 3 10. 10 ടെർമിനൽ CO ഉണ്ടാകും. ഇവിടെ എത്രയാണ്? 2 ബ്രിഡ്ജിങ് ആയിരിക്കും. 2 ബ്രിഡ്ജിങ് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ 10 ബ്രിഡ്ജിങ് ആൻഡ് 10 ടെർമിനൽ ആൻഡ് 2 ബ്രിഡ്ജിങ് എന്നുള്ള ഓപ്ഷൻ വരും. ഇതേതാണ്? 2 ബ്രിഡ്ജിങ് ആൻഡ് 10 ടെർമിനൽ CO ഗ്രൂപ്പ്. ഓപ്ഷൻ സി. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇതൊന്ന് ആലോചിച്ച് വെക്കുക കേട്ടോ. ഇവിടെ നിന്നൊക്കെ ഏതെങ്കിലും ഒന്ന് ചോദിക്കാം. ഇനി which of the following statement is false about ferrocene എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇറ്റ് ഒബെയ്സ് 18 ഇലക്ട്രോൺ റൂൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കൂ, എന്താണ് ഈ ഫെറോസീൻ? ഇതാ നമ്മുടെ സൈക്ലോപെൻറ്റാഡൈനൈൽ അല്ലേ? ഇതാ ഇങ്ങനെയാണ്. ഇതാണ് നമ്മുടെ ഫെറോസീൻ അല്ലേ? നമ്മുടെ സാൻഡ്വിച്ച് കോമ്പൗണ്ട് എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന ആളാണ്. ഇവരുടെ എക്ലിപ്സ്ഡ് ഫോം ആണെങ്കിൽ ഇവരുടെ പോയിന്റ് ഗ്രൂപ്പ് എത്രയാണ്? എന്താണ്? D5H ആണ്. ഇവർ സ്റ്റാഗേർഡ് ആണെങ്കിൽ ഇവരെന്തായിരിക്കും? D5D ആണ്. ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, എക്ലിപ്സ്ഡ് ആണെങ്കിൽ ഗ്യാഷ്യസിലായിരിക്കും, ഇതാണെങ്കിൽ സോളിഡ് സ്റ്റേറ്റിലായിരിക്കും. ഓക്കെ, ആൻഡ് ഇവിടെ നിന്ന് നമുക്കറിയാം ഫെറോസീൻ ഇസ് ആക്ച്വലി എന്താണ്? ഒരു അരോമാറ്റിക് കോമ്പൗണ്ട് ആണ്. ഫെറോസീൻ ആക്ച്വലി അരോമാറ്റിക് ആണ്. ആൻഡ് ദേ അണ്ടർഗോ. എന്തുകൊണ്ടാണ് അരോമാറ്റിക് എന്ന് പറയുന്നത്? ബിക്കോസ് ദേ അണ്ടർഗോ ഇലക്ട്രോഫിലിക് അരോമാറ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻ. നമ്മുടെ ഫിഡൽ ക്രാഫ്റ്റ് ആൽക്കൈലേഷനും അസൈലേഷനും ഒക്കെ ഇല്ലേ? ഇതൊക്കെ ആര് കാണിക്കും? ഫെറോസീൻ കാണിക്കും. അതുകൊണ്ട് തന്നെ എന്താണ്? യെസ്, ഇറ്റ് ഈസ് ഡയാമാഗ്നറ്റിക്. കറക്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ആലോചിക്കുക. ദേ അണ്ടർഗോ ഇലക്ട്രോഫിലിക് അരോമാറ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ എന്തായിരിക്കും? അരോമാറ്റിക് ആയിരിക്കും. പിന്നെ എന്തൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്? ഇറ്റ് ഈസ് ഡയാമാഗ്നറ്റിക്. കറക്റ്റ് ആണ്. ഇവരെന്താണ്? ഡയാമാഗ്നറ്റിക് ആണ്. 18 ഇലക്ട്രോൺ റൂൾ എന്ത് ചെയ്യുന്നുണ്ട്? ഫോളോ ചെയ്യുന്നുണ്ട്. ഓറഞ്ച് സോളിഡ് ആണ്. ഓക്കെ, ആൻഡ് ദ ഫൈനൽ വൺ ഇസ് ഇറ്റ് റെസിസ്റ്റ് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തെറ്റാണ്. ഇവരെന്ത് ചെയ്യും?
FC അസൈലേഷനും ആൽക്കൈലേഷനും ഒക്കെ ആര് കാണിക്കും? യെസ്, ഫെറോസിൻ കാണിക്കും. ഇവരൊരു ഓറഞ്ച് സോളിഡ് ആണെന്ന് ആലോചിച്ച് വെക്കുക. ഓക്കെ, നൗ സിക്സ്ത് വൺ, ദ ഹാപ്റ്റിസിറ്റി ഈസ് ഷോൺ ബൈ C5H5 റിംഗ് ഇൻ ദ മോളിക്യൂൾ. എന്താ പറഞ്ഞിരിക്കുന്നത്? ടൈറ്റാനിയത്തിൻ്റെതാണ് പറഞ്ഞിരിക്കുന്നത്. C5H5 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ തന്നിരിക്കുന്നത് ഒരു സ്റ്റേബിൾ കോംപ്ലക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇവർ എന്ത് ചെയ്യണം? 18 ഇലക്ട്രോൺ റൂള് ഫോളോ ചെയ്യണം. ടൈറ്റാനിയം എത്ര ഇലക്ട്രോണിന് കോൺട്രിബ്യൂട്ട് ചെയ്യും? യെസ്, 4s2 3d2 ആണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ 4 ഇലക്ട്രോണിനെ കോൺട്രിബ്യൂട്ട് ചെയ്യും. ആൻഡ് C5H5ൻ്റെ കോമൺ ഹാപ്റ്റിസിറ്റി എന്ന് പറയുന്നത് 5 ആണ്. നോക്കൂ, 4 എണ്ണമാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ 2 × 5 ഓക്കെ, എന്ത് വരും? 10 ഇലക്ട്രോൺ വരും. ഇനി ബാക്കി എത്ര ഇലക്ട്രോൺ ആണ്? യെസ്, 4 ഇലക്ട്രോണും കൂടിയാണ്. അപ്പോൾ എന്ത് വരും? C5H5 എന്തായിരിക്കും? 2 ഇലക്ട്രോണിനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ബാക്കി 2 എണ്ണം ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ 4 ഇലക്ട്രോൺ. ടോട്ടൽ എത്രയായി? യെസ്, 18 ഇലക്ട്രോൺ. അപ്പോൾ ഇവർ കാണിക്കുന്ന ഹാപ്റ്റിസിറ്റീസ് എന്തൊക്കെയാണ്? 2 and 5 ആയിരിക്കും. ഓക്കെ, നൗ സെവൻത്ത് വൺ, മെറ്റൽ ക്വാഡ്രപ്പോൾ ബോണ്ട്. യെസ്, ക്വാഡ്രപ്പോൾ ബോണ്ട് എപ്പോഴും ചോദിക്കുന്നതാണ് കേട്ടോ. ആരാണ് കാണിക്കുക എന്നുള്ളതാണ്. റീനിയം. നോക്കൂ, RE, യെസ്, 4 ബോണ്ട്, ക്വാഡ്രപ്പോൾ ബോണ്ട് ഉണ്ടാവും. ഇവിടെ എന്തൊക്കെയായിരിക്കും? യെസ്, ഒരു സിഗ്മ, പിന്നെന്തായിരിക്കും? 2 പൈ. ഇതാ ഇവർ രണ്ടുപേരും പൈ, പിന്നെന്താണ്? ഒരു ഡെൽറ്റ ബോണ്ട്. ഇത്രയുമാണ് ഇവിടെ കാണിക്കുന്നത്. ക്വാഡ്രപ്പിൾ ബോണ്ട് ആലോചിച്ച് വെക്കുക, റീനിയം. ഓക്കെ, നൗ ക്വസ്റ്റ്യൻ നമ്പർ 8, ദ വാക്കർ പ്രോസസ് ഈസ് യൂസ്ഡ് ഫോർ ദ സിന്തസിസ് ഓഫ്. എന്തിനാണ്? യെസ്, എത്തിലീനെ എന്താണ്? എത്തിലീൻ ടു അസറ്റാൽഡിഹൈഡ്, CH3CHO. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? വാക്കർ പ്രോസസ് എന്ന് വിളിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇവരുടെ കാറ്റലിസ്റ്റും കോ കാറ്റലിസ്റ്റുമാണ്. കാറ്റലിസ്റ്റ് ആരാണ്? യെസ്, കാറ്റലിസ്റ്റ് ഈസ് ആലോചിച്ച് വെക്കുക PdCl2 അല്ലെങ്കിൽ PD+2 എന്ന് നമ്മൾ പറയും. കോ കാറ്റലിസ്റ്റ് ആരാണെന്നോ? യെസ്, കോ കാറ്റലിസ്റ്റ് ഈസ് CuCl2. ഇതും എന്താണ്? +2. അപ്പോൾ ഓപ്ഷൻ ഡി. ഓക്കെ, നൗ ക്വസ്റ്റ്യൻ നമ്പർ 10, വിച്ച് വൺ ഈസ് വാസ്കാസ് കോംപ്ലക്സ്? ചോദിക്കുന്നതാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓർഗാനോമെറ്റാലിക് കോമ്പൗണ്ട് ആണ്. നിങ്ങൾ ആലോചിച്ച് വെക്കുക. യെസ്, ട്രാൻസ് ഇരിഡിയം ആയിരിക്കും. ഇവിടെ നിന്ന് ഇങ്ങനെയും ചോദിക്കാം, വാസ്കാസ് കോംപ്ലക്സിലുള്ള മെറ്റൽ അയോൺ ഏതാണ്? ഇരിഡിയമാണ്. ഓക്കെ, PPH3COCl. ഓക്കെ, യെസ്. നൗ 11, ദ മെറ്റൽ ആറ്റം പ്രസൻറ്റ് ഇൻ വിൽക്കിൻസൺ കാറ്റലിസ്റ്റ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അല്ലേ? ഹൈഡ്രജനേഷൻ. RH PPH3 thrice Cl. This is Wilkinson's catalyst and the metal ion is rhodium. Right? Any 12, the reaction, the Wilkinson catalyst in the hydrogenation. In the example ആണ്? Yes, oxidative addition ആണ്. എന്താണ്? oxidative addition. And ഇതെന്താണ്? ഒരു 16 ഇലക്ട്രോൺ കോംപ്ലക്സ് ആണ് എന്നുള്ളതും കൂടെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. Alright, now the last one, which one is the Ziegler-Natta catalyst? ആലോചിക്കുക. നിങ്ങൾക്കൊക്കെ അറിയാം TiCl4, പിന്നെന്താണ്? AlEt thrice. ഓൾറൈറ്റ്, അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിതൊക്കെ യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ മൊഡ്യൂൾ വൈസായി എല്ലാ മൊഡ്യൂളും നമ്മൾ കവർ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ കൃത്യമായി ഫോളോ ചെയ്യുക, കൃത്യമായിട്ട് പഠിക്കുക. ഓൾറൈറ്റ്, താങ്ക് യു ഫോർ വാച്ചിങ്.